അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ റമദാനിൻ്റെ 4 ദിവസങ്ങൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞുപോയി. 5-ാമത്തെ ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. അള്ളാഹുവെ, ഞങ്ങൾ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പ് നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ്. നിൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി, ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അള്ളാഹ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാരോടും പറയാനുള്ളത്, അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമയായി ജീവിക്കുക എന്നുള്ളതാണ്. അള്ളാഹു നമ്മളോട് പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ തൊട്ടടുത്തുണ്ട് എന്നാണ്. നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. ഇത്രയും അടുത്തുള്ള ഒരു അള്ളാഹുവിനോട് നമ്മൾ എന്തിനാണ് അകലുന്നത്? അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയല്ല വേണ്ടത്. അള്ളാഹു എന്നെ പറഞ്ഞില്ലേ, നിങ്ങൾ എന്നിലേക്ക് ഒരു ചാണ അടുത്താൽ ഞാൻ നിങ്ങളിലേക്ക് ഒരു മുഴമെടുക്കും. നിങ്ങൾ എന്നിലേക്ക് ഒരു മുഴമെടുത്താൽ ഞാൻ നിങ്ങളിലേക്ക് ഒരു മാറെടുക്കും. നിങ്ങൾ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ നിങ്ങളിലേക്ക് ഓടി വരും എന്ന് പറഞ്ഞ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അടുത്തുള്ളപ്പോൾ പിന്നെ എന്തിനാണ് നാം അവനെ കൈവിടുന്നത്? അള്ളാഹു തആല നമ്മോട് പറയുന്നത്, ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യണേ എന്നാണ് പടച്ചോൻ പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കിൻ. എനിക്ക് നിങ്ങൾ നന്ദി ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് തരുമെന്ന് പടച്ചോൻ പറയുന്നു. എങ്ങനെ അള്ളാഹ്ക്ക് നന്ദി ചെയ്യുക? അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ അറ്റമില്ലാത്തതാണ്. അതിനെ ഓരോന്നും മനസ്സിലാക്കി ആ ഓരോ അനുഗ്രഹം ഉൾക്കൊണ്ട് അള്ളാഹുവോട് നന്ദി ചെയ്യുന്നവരായി നമുക്ക് മാറാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, നമ്മുടെ ദുനിയാവും ആഖിറും അള്ളാഹു വിജയിപ്പിച്ചു തരും. തീർച്ചയായും അള്ളാഹുവിനോട് നന്ദിയുള്ള അടിമകളായി മാറാനുള്ള ഈ സമയം നാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിലേക്ക് നന്ദിയുള്ള അടിമകളായി നമ്മൾ മാറുക. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലൈൻ ശക്കർത്തും വലയിൻ കഫർത്തും, ഒരിക്കലും നന്ദികേട് കാണിക്കരുതേ എന്നാണ് പടച്ചോൻ പറഞ്ഞത്. തീർച്ചയായും നമ്മൾ അള്ളാഹുവിനോട് നന്ദിയുള്ളവരാണോ? ഒരിക്കലും നമ്മൾ നന്ദികേട് കാണിക്കരുത്. അങ്ങ് നന്ദികേട് കാണിച്ചാൽ അള്ളാഹു നമ്മളെ ശിക്ഷിക്കപ്പെടും. അള്ളാഹുവിന് ഇഷ്ടമുള്ളത് മാത്രം ചെയ്ത് ജീവിക്കുന്നവരാവുക. ജീവിതത്തുടനീളം ഷിർക്ക് നാം സൂക്ഷിക്കണം, ബിദ്അത്ത് സൂക്ഷിക്കണം, മുർത്തദ്ദായി പോകുന്ന കാര്യങ്ങൾ സൂക്ഷിക്കണം, നിഫാഖിൻ്റെ കാര്യങ്ങൾ സൂക്ഷിക്കണം. അള്ളാഹുവെ, ഞങ്ങൾക്കൊക്കെ നീ തൗഫീക്ക് നൽകണേ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.